ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കണു. എല്ലാവരും ഓണത്തിനൊക്കെ തയ്യാറാവുന്നുണ്ടാവും. ഓണം ഇനിയിപ്പോൾ ലീവ് വരാറായി അല്ലേ? 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഐ തിങ്ക് സ്കൂളൊക്കെ അടക്കിയായിരിക്കും. ലീവ് വരും, വെക്കേഷൻ വരും. കുറച്ച് ദിവസമൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന പൂക്കളൊക്കെ ഇടുന്നുണ്ടോ എല്ലാവരും? ഇവിടെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഓണം ദിവസം മാത്രമാണ് ഐ തിങ്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് ചെയ്തത്. ഇത്തവണയും നോക്കട്ടെ, ഇത്തവണ ചെയ്യാൻ തന്നെ പ്ലാൻ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. എനിവേ, എന്തായാലും നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കും എല്ലാവരും. അപ്പം നമുക്കിന്ന് വീക്ക്ലി ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ആൻഡ് ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ വിട്ടുപോകും. നമ്മൾ ഓൾമോസ്റ്റ് 30,300 അത്ര ക്രോസ് ആയി കഴിഞ്ഞു സബ്സ്ക്രൈബേഴ്സ്. ആക്ച്വലി എനിക്ക് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിങ്ങനെ ഇതായി വരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എത്ര. ഒരു വർഷം കഴിഞ്ഞു. ഐ തിങ്ക് ജൂണിൽ ഒരു വർഷം കഴിഞ്ഞു. ജൂൺ ജൂലൈൻ്റെ അടുത്തായിട്ട് അല്ല, ഐ തിങ്ക് ജൂണിൽ ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒരു വർഷവും ഒരു 2-3 മാസം അല്ലേ, എത്രയല്ലേ ആയുള്ളൂ. ഇപ്പോൾ 30,300 ആൻഡ് സംതിങ് ആണ് ഇപ്പോഴത്തെ സബ്സ്ക്രൈബർ കൗണ്ട്. അങ്ങനെ എന്തോ ഒരു ആ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാൻ പോലും എനിക്ക് സാധിക്കില്ല. കാരണം അത്ര ഞാൻ ഇമോഷണലായി പോകും ഞാനത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ തന്നെയാണ്. എന്തോ എനിക്കൊരു നിയോഗം തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് വയ്യാതെ കൂടി ഞാൻ ചിലപ്പോൾ ഇന്ന് ചെയ്യുന്നത്. എനിക്ക് എന്നെ ഇങ്ങനെ ദൈവം എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ കിടക്കരുത്, നീ എഴുന്നേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആവും ഞാൻ റീഡിങ് ഇട്ടില്ലെങ്കിലൊക്കെ. ഒരു റീഡിങ്ങെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. എൻ്റെ എന്തോ ഒരു ഭയങ്കര എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ഒക്കെയാണ്. ഒരു പേടി. പക്ഷേ എനിക്ക് ചാനൽ ഇതായി പോവും, അങ്ങനെയുള്ള പേടികളല്ല. പക്ഷെ എന്തോ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ട് അതില്ലാതെയായി പോവോ എന്നുള്ളൊരു പേടി. അപ്പം അത് അങ്ങനെ എൻ്റെ ദൈവം ഇങ്ങനെ എന്നെ പുഷ് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും ഞാൻ വളരെയധികം ഞാൻ ഇതേക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇമോഷണലായി പോവും. കാരണം എൻ്റെ ജീവിതത്തിൽ നമ്മൾ പറയില്ലേ, ദൈവം തന്ന ഒരു ബ്ലെസ്സിങ്, ഞാൻ അതിനെ അത്രയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ചിലവർ നെഗറ്റീവ് കമൻസ് ഇടാറുണ്ട്, എനിക്കറിയാം. ബട്ട് ഞാൻ ആദ്യം ഇടയ്ക്കൊക്കെ എനിക്കും ഒരു വിഷമം തോന്നുമായിരുന്നു, ചിലപ്പോൾ ദേഷ്യം തോന്നുമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അത് വിടാൻ തുടങ്ങി. കാരണം എല്ലാം ദൈവം തരുന്നതാണ്. നല്ലതും തരും, ദൈവം ചീത്തയും തരും. എല്ലാം നമുക്ക് പഠിക്കാനുള്ള ലെസൺസ് ആണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതായിട്ട് മാത്രം ഞാൻ കണക്കാക്കുന്നു. ഓക്കെ, ഞാൻ ചിലപ്പോൾ ബെറ്റർ ആവാനായിരിക്കാം, എന്നെ ബെറ്റർ ആക്കാനായിരിക്കാം, എനിക്ക് എന്തെങ്കിലും വേറെ കൂടുതൽ ഞാൻ മനസ്സിലാക്കാനായിരിക്കാം. സോ അതിനൊക്കെ വേണ്ടി എല്ലാം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ഇട്ടാലും, എന്ത് തന്നെ പറഞ്ഞാലും, ലൈക്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും, സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും, ഞാൻ ഇന്ന് വരെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോൻ്റെ ബാക്കിൽ ഒരു സബ്സ്ക്രൈബ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എടുത്തു വിടുക ചെയ്തു. പിന്നീട് എനിക്ക് ഇന്ന് വരെ എനിക്ക് പറയാതെയാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കാതെ എനിക്ക് ദൈവം തന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാനിത് എടുക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഞാൻ ശരിക്കും അത് നിങ്ങളിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എന്നെ കൊണ്ട് എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ലൈവ് വരാത്ത വേറൊന്നും കൊണ്ടല്ല, എനിക്കിതിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. എൻ്റെ ക്യാമറ വെക്കാൻ ഞാൻ വളരെ മിനിമൽ ഒരു സ്റ്റാൻഡാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ ചെറിയൊരു സ്റ്റാൻഡാണ്. അതിലെൻ്റെ ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഫോൺ വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡിങ് ചെയ്യൽ. അതിൽ തന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ അതിന് അപ്ലോഡ് ചെയ്യും. ഇതെല്ലാം എൻ്റെ പണി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് ഇവിടെ മുമ്പിൽ വെക്കാനൊന്നും സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിടി കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ അത് ചെയ്യാതെ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ദയവായിട്ട് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം ലൈവ് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്തോ ഇന്ന് വരെ അതിനൊരു അവസരം ഒത്തു വന്നില്ല. ഞാൻ ശ്രമിക്കാതെ ആയിരിക്കാം ചിലപ്പോൾ, മേ ബി. ഓക്കെ, ഞാൻ കൂടുതൽ ശ്രമിക്കാൻ ഞാൻ വാക്ക് തരുന്നു നിങ്ങളൊക്കെ. നമുക്ക് നോക്കാം അല്ലേ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. എവിടെയോ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ എന്താ പറയുക, തെളിക്കുന്ന വഴിയാണ് നമ്മൾ നടക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, സോ നമുക്കിന്ന് യൂണിവേഴ്സിൽ അർപ്പിക്കാം ഈ ഒരു റീഡിങ്ങും. നമ്മുടെ ഇന്നത്തെ ഈ ആഴ്ചയ്ക്കുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിന് എന്താ വരുന്നത് നോക്കാം. മൺഡേ ട്യൂസ്ഡേ ആയിട്ട് ഞാൻ എടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജ് കൂടി, ജസ്റ്റ് ഒറാക്കിൾ മെസ്സേജസ് കൂടി തരാം. ഓക്കെ, അഫർമേഷൻസ് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവരും കേട്ടോ. എന്ത് തന്നെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും വിഷമങ്ങൾ വരും, ഇല്ല എന്നല്ല. വിഷമങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും. പക്ഷെ അതിനെല്ലാം മറികടക്കാൻ നമുക്ക് വഴി കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓരോ സമയവും കടന്നു പോവും, ഓരോ സമയവും മാറി വരും എന്നുള്ള വിശ്വാസം എപ്പോഴും വെക്കുക നിങ്ങൾ. ഓക്കെ, പോസിറ്റീവായിട്ട് പോവാം. ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ,
ബുധനാഴ്ച, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സൺഡേ വരെ വേണമല്ലേ നമുക്ക്. ഓക്കെ, സൺഡേ. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫിക്കേഷൻ കൂടി എടുത്തേക്കാം ഈ ഡെക്കിൽ തന്നെ. പേജ് ഓഫ് സോഡ്സ് എന്താ പറയുന്നത്? 2 of swords ട്യൂസ്ഡേക്ക്. ഓക്കെ, വെനസ്ഡേക്ക് കിങ്, ക്വീൻ ആൻഡ് കിങ്. തേഴ്സ്ഡേ ഈ കാർഡ്സ് ആണ് എനിക്ക് ചില സമയത്ത് പ്രശ്നമാവും. എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ വയ്യ എന്നെ കൊണ്ട്. ഓക്കെ, എന്തായാലും ഡെത്ത് ആൻഡ് ലവേഴ്സ് ആണ് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, 9 of wands and 10 of cups. Okay, good. And okay, resting in the time. Okay. ഓക്കെ, ഇവിടെ തിങ്കളാഴ്ച ദിവസം നമുക്ക് അതായത് ഇന്നത്തെ ദിവസം. ഓക്കെ, തിങ്കളാഴ്ച നിങ്ങൾക്ക് കാണുന്നത് പേജ് ഓഫ് സോഡ്സ് ആൻഡ് 8 of Pentacles ആണ്. അപ്പം ഇത് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നതായിട്ട് പറയാം. ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങുന്നു എന്ന് പറയാം. ഓക്കെ, അതായത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ ഒരു തയ്യാറെടുക്കുന്ന പോലെ. ഓക്കെ, ഹാർഡ് വർക്ക് വേണം എന്ന് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഐ തിങ്ക് നിങ്ങൾക്കൊരു നല്ലോണം വർക്ക് ചെയ്യേണ്ടി വരും. ചിലവർക്ക് കരിയറിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ലോണം വർക്ക് ഉണ്ടാവാം, അതിൻ്റെ ആയിരിക്കും. പക്ഷെ ഐ തിങ്ക് നിങ്ങൾ നേരിടാൻ തയ്യാറാണ് ഇന്നത്തെ ദിവസം. ഐ തിങ്ക് മൺഡേ വളരെ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വളരെ പോസിറ്റീവായിട്ട് ഒരു എനർജി എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നമ്മളെന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെയാണ് പറയുക. ആ ആക്ഷൻ വളരെ, ഐ തിങ്ക് ജോലിയുടെ കാര്യങ്ങൾക്കായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുന്ന പോലെ. എനിക്ക് ആ കാർഡ്, ഞാൻ കാർഡിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടാണ് കൂടുതലും പറയാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തും അറ്റാക്ക് ചെയ്യാൻ ഇന്ന് തയ്യാറാണ്. അറ്റാക്ക് ചെയ്യാന്ന് പറയാം, ഇത് പക്ഷേ വർക്ക് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളോട് അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. യൂണിവേഴ്സ് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും വർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, അതിനെ മാറ്റി വെച്ച്, അതായത് പിന്നേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട, ഇപ്പം ഇന്ന് തന്നെ അതിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, കാരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ പണി കൂടും. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം. മീൻസ് ഒന്നും മാറ്റി വെക്കരുത്. എന്തും അറ്റാക്ക് ചെയ്യാൻ തയ്യാറായ പോലെ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ട് ഇറങ്ങാം. ആൻഡ് അങ്ങനെ തന്നെയാണ് എനിക്ക് കാണുന്നതും. നിങ്ങളുടെ എനർജി ഐ തിങ്ക് വളരെ പോസിറ്റീവ് ആണെന്ന്. എന്തും വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്ക് ഇത്ര ദിവസം മാറ്റി വെച്ച കാര്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ അതിനെ തീർക്കാൻ തയ്യാറാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് വേണ്ടി വരും. ബട്ട് ഐ തിങ്ക് നിങ്ങളൊന്ന് വളരെ പോസിറ്റീവ് മൈൻഡോടെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആക്കി, നിങ്ങൾ മനസ്സിലാക്കി, പഠിച്ച് മുന്നോട്ട് ആക്ഷൻ എടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് ഹാർഡ് വർക്കായിട്ട് കാണുന്നതിന് ചിലപ്പോൾ ജോലി സ്ഥലത്ത് ഇന്ന് കൂടുതൽ വർക്ക് ഉണ്ടാവുമായിരിക്കാം. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് മാത്രമല്ല, മേ ബി ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ഓടി നടന്ന് പലതും ചെയ്യേണ്ടി വരുമായിരിക്കും. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ അതിന് തയ്യാറാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, നിങ്ങൾ ആക്ഷന് തയ്യാറാണെന്ന്. ആൻഡ് ഗുഡ്. ഓക്കെ, നല്ല എനർജിയാണ്. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാവും എന്ന് പറയാം. അതായത് ഇതൊരു യങ് എനർജി എന്നാണ് പറയുക. യങ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഒരു കുറച്ചുകൂടി നമ്മുടെ വയസ്സ്, പ്രായമൊക്കെ ചെറുപ്പമുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും ആ രീതിക്ക് നിങ്ങൾ കാണുന്നവർ. ഇനി ആ എനർജി ആണോ എന്നറിയില്ല, ആ ഏജ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര ഏജ് 40, 50 ആയാലും ശരി, ഐ തിങ്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും എന്നും പറയാം. ഓക്കെ, സോ പോസിറ്റീവാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്. നമുക്ക് മൺഡേ സ്റ്റാർട്ടിങ് വളരെ പോസിറ്റീവാണ്. ട്യൂസ്ഡേക്ക് ലേശം കൺഫ്യൂഷൻ കാണുന്നുണ്ട് വീണ്ടും. ഓക്കെ, ട്യൂസ്ഡേ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ആലോചിക്കുന്ന പോലെയാണ്. ആ തീരുമാനം എന്തോ വിട്ടു പോകണോ എന്നുള്ളൊരു തീരുമാനത്തിനെ കുറിച്ചാണ്, ഒരു ആലോചനയാണ്. ചിലത് എന്തെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കും. മേ ബി ജോലി മാറണോ, മേ ബി ഇവിടെ നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് പോരാ, ശരിക്കും ലൈക്ക് ഞാൻ ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട്, അവിടെ കിട്ടുന്ന എനിക്ക് റിസൾട്ട് പോരാ എന്ന് വല്ല തോന്നലുണ്ടാവുമായിരിക്കാം. ജോലി മാറണോ എന്നുള്ള തോന്നലായിരിക്കും. അല്ലെങ്കിൽ മേ ബി ജസ്റ്റ് എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യണോ അതോ ഇന്നത്തെ ദിവസം എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയായിരിക്കാം. ഒരു ലേശം കൺഫ്യൂസ്ഡ് മൈൻഡായിട്ട് കാണുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് ഇവിടെ എനിക്ക് എന്തോ വിട്ടുപോകാൻ ആലോചിക്കുന്ന പോലെയാണ്. എന്തെങ്കിലും മാറ്റി വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പോലെ, പിന്നിൽ ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന പോലെ, അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അത് വേണോ വേണ്ടേ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന പോലെ. ഓക്കെ,
ഫൈവ് ഓഫ് പെൻറ്റിക്കൽസ് നമ്മൾ ലോസ് ആണ്. മേ ബി അത് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് ചില ലോസ് ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ലോസ് വരുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും വിട്ടു പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുന്നുണ്ടാവും, എന്നിട്ട് വേണോ വേണ്ടേ, ഞാൻ ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ള രീതിയിൽ മേ ബി നിങ്ങൾ കുറച്ച് കാലമായിട്ട് എഫേർട്ട് ഇട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ ഇനി അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, ചിലപ്പോൾ വിട്ടു പോയാൽ നമ്മൾ പറയില്ല ആ ചെയ്തൊക്കെ വേസ്റ്റ് ആയി പോകും എന്ന് പറഞ്ഞ പോലെ മേ ബി അവർ അപ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിൽ. 2 ഓപ്ഷൻ വന്നായിട്ട് കാണുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു ചോയ്സ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, എന്തിലേക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ 2 കാര്യത്തിൻ്റെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട്, ഒന്നിനെ വിട്ടു പോകണോ, അങ്ങനെ എന്തോ ഒരു തോട്ട് വരുന്ന പോലെയാണ്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ, നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് വേറെ നല്ലത് വരാനായിരിക്കും എന്ന്. കാരണം പറയാൻ റീസൺ വരുന്നില്ല, വെഡ്നസ്ഡേക്ക് നമുക്ക് കാണുന്ന ക്വീൻ ഓഫ് പെൻറ്റിക്കൽസ് എനർജി ആൻഡ് കിങ് ഓഫ് വാൻസ് എനർജിയാണ്. സോ വളരെ ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ലതായിരിക്കും. ഓക്കെ, മേ ബി ഇത് കണക്റ്റഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ഒരു സമയമാണ്, പീരിയഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് പറയാം, ജോലി കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് എന്ന രീതി പറയാം. അല്ലെങ്കിൽ ഇവിടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത് എനിക്ക്. ഇത് കണക്റ്റഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യെസ്, ആ തീരുമാനത്തിനെ കുറിച്ച് മേ ബി നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. സോ ആൻഡ് ഇവിടെ വെനസ്ഡേ എന്തായാലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വീണ്ടും കാണുന്നത്. ചിലവർക്ക് കരിയറിൽ ഗ്രോത്ത് എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഓക്കെ, എങ്ങനെയും പറയാം, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി, ഓക്കെ, ആ ജോലിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് കാണുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾ അവിടെ വിട്ടു പോകാനോ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നത്. അങ്ങനെയാവാം. ഓക്കെ, കിങ് ഓഫ് വാൻസ് എനർജി ഉണ്ട്. ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലെടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി ഐഡിയാസ് ആരെങ്കിലും പറഞ്ഞു തരുമായിരിക്കും. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയാസ് ചിലപ്പോൾ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എനർജി, നിങ്ങൾ തന്നെ ഈ ഒരു 2 എനർജിയിലും വരാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറെ കൂടി സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം മുന്നോട്ട് എന്നുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സ്വന്തം ഗ്രോത്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എൻ്റെ ലൈഫിനെ ഞാൻ എങ്ങനെ ബെറ്റർ ആക്കാം, എൻ്റെ കരിയറിൽ ഞാൻ എങ്ങനെ വളരാം, എൻ്റെ മീൻസ് നമ്മുടെ ഡെവലപ്മെൻറ്റ്. അതായത് എപ്പോഴും ഇത് വെറും പണത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എടുക്കരുത്. ഈവൻ ഇൻറ്റേർണൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ അങ്ങനത്തെ എല്ലാം നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇതുകൂടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി പഠിക്കാൻ വല്ലതും ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ അതായത് കുറച്ചുകൂടി ആലോചിച്ച് പല ഐഡിയാസൊക്കെ ആലോചിച്ച് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കേണ്ടത് എന്നുള്ള ചിന്തകളായിരിക്കാം വെഡ്നസ്ഡേ ഐ തിങ്ക്. പക്ഷേ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വീണ്ടും കാണുന്നത്. നിങ്ങൾ കുറെ കൂടി ഐഡിയാസ് കിട്ടും നിങ്ങൾക്ക്, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് വല്ലതും ഫൈനാൻഷ്യൽ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ്, ഫൈനാൻഷ്യൽ ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതയാണ്. വല്ല ജോലിയിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചിലപ്പോൾ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. നിങ്ങൾ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നും പറയാം, അങ്ങനെയാവാം. ഓക്കെ, ആൻഡ് ഇവിടെ തേഴ്സ്ഡേക്ക് കാണുന്നത് അഗെയിൻ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അങ്ങനെ നിങ്ങൾ അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങൾ ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത്, യൂണിവേഴ്സ് പറയുന്ന സ്ട്രെങ്ത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, തേഴ്സ്ഡേ മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും മുമ്പിൽ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു അവസ്ഥ വരുമായിരിക്കാം. ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും ഫാമിലിയിലായാലും ഒക്കെ. പക്ഷേ ഇവിടെ വെഡ്നസ്ഡേ നമ്മൾ പറയുമ്പോഴും ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കൂടി ആവാം. അതായത് ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ മേ ബി ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുക, ഐഡിയ, അങ്ങനെയൊക്കെ ഒരു കാര്യമാണ് എനിക്ക് വെഡ്നസ്ഡേക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഫാമിലി വൈസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിത് കാണുമ്പോൾ. ഓക്കെ, അപ്പം വീണ്ടും വ്യാഴാഴ്ചയുടെ നമ്മൾ പറയുമ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് മേ ബി നിങ്ങൾ മുന്നോട്ട് ഒന്ന് ഉറച്ചു നിൽക്കുക. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഈ ഒരു സ്ട്രെങ്ത്ത് കൊണ്ടുവരാനാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഓക്കെ, അതിനു വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കൂ. മേ ബി ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളൊന്ന് പറയേണ്ടി വരുമായിരിക്കും ദാറ്റ് എനിക്ക് കിട്ടുന്ന, ഞാൻ ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട്, അവിടെ എനിക്ക് കിട്ടുന്ന റിസൾട്ട് പോരാ. സോ ഇത് കണക്ട് ചെയ്ത് നമ്മളൊരു സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട് ദാറ്റ് മേ ബി നിങ്ങളുടെ അതായത് എനിക്ക് കുറച്ചുകൂടി സാലറി ഇൻക്രീസ് തരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞ് നിങ്ങളൊന്ന് നിൽക്കണമായിരിക്കും, അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അതിന് പക്ഷേ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണമല്ലോ അല്ലേ, ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വേണം, അത് പറയാൻ സാധിക്കണം അല്ലേ. അപ്പം അതിനുള്ള മേ ബി ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും, അതാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം മറ്റുള്ളവരുടെ മുമ്പിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം, ആലോചിക്കുന്നതായിരിക്കാം.
ഓക്കെ, എന്തായാലും ശരി. ഇവിടെ തേഴ്സ്ഡേ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്രണ്ടേഷൻ വരുമായിരിക്കും, ആരെങ്കിലും ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുമാണ്. ആ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന രീതിക്ക് കൂടി പറയാം. ഓക്കെ, മേ ബി ഒരു ചെറിയൊരു ഫൈറ്റ് വന്നേക്കാം, അങ്ങനെ വലുതുമായിരിക്കും. ഓക്കെ, കോൺഫ്ലിക്റ്റോ ഫൈറ്റോ വരുന്ന സമയത്ത് നമ്മളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ കുറച്ച് സ്ട്രെങ്ത് വേണ്ടി വരും. സോ ആ രീതിക്കും യൂണിവേഴ്സ് നമുക്ക് പറയുന്നുണ്ടാവും. അങ്ങനെ എടുക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ കൺഫ്യൂഷൻ്റെ അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയാം. ഓക്കെ, ഫ്രൈഡേക്ക് അഗെയിൻ കാണുന്നത് ട്യൂസ്ഡേയുടെ റിപ്പീറ്റ് ആണ്, അതായത് സിമിലർ ആണ് എനിക്ക് എനർജി. ട്യൂസ്ഡേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം, ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ 2 ചോയ്സ് ഞാൻ പറഞ്ഞു. ലവേഴ്സ് കാർഡാണിത്. ലവേഴ്സ് പറയുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എടുക്കാം, യെസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ചോയ്സ് എന്ന രീതിക്ക് നമ്മൾ പറയും. ഇവിടെ നമ്മൾ ജനറൽ സിറ്റുവേഷൻസ് പറയുന്നതുകൊണ്ട് നിങ്ങളൊരു ചോയ്സിൻ്റെ കാര്യം വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും. ഓക്കെ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത്, 2 ചോയ്സ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ആൻഡ് ഇത് 5 പെൻഡിക്കൽസ് വരുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഡെത്തും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തോ എൻഡ് ചെയ്തു പോവല്. ഓക്കെ, എന്തോ എൻഡിങ് ചെയ്തും നമ്മൾ പോകുന്നതായിട്ടാണ് വീണ്ടും സെയിം. ഐ തിങ്ക് ഈ ആഴ്ചയുടെ നിങ്ങളുടെ ഫോക്കസ് എനിക്ക് കരിയറിലേക്ക് കൂടുതൽ തോന്നുന്നുണ്ട്. കരിയറിലേക്ക് ആയിരിക്കാം. ഓക്കെ, അല്ല ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലും ആവാം. ഓക്കെ, റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി കൊടുക്കണോ കരിയറിന് പ്രയോറിറ്റി കൊടുക്കണോ എന്നുള്ള ചോയ്സ് ആയിരിക്കാം. ഓക്കെ, ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, സോ എന്തോ വിട്ടുപോകാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ട്യൂസ്ഡേ അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഐ തിങ്ക് വെനസ്ഡേക്കും നിങ്ങൾ മേ ബി എല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഐ തിങ്ക് നിങ്ങൾ ഒന്ന് ഉറച്ചു നിന്ന് നിങ്ങളെ ജീവിതം മുന്നോട്ട് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ ശ്രമിക്കുന്ന പോലെ പറയാം. ഓക്കെ, അഗെയിൻ പക്ഷെ ആ ഫ്രൈഡേ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ആ ചോയ്സ് വരും. ആ ചോയ്സ് വീണ്ടും വരുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതിന് മുന്നോട്ട്, ചിലത് എൻഡ് ചെയ്യണോ അതോ മുന്നോട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ, വിട്ടുപോകണോ, മാറിപ്പോണോ, അതോ എൻഡാണോ അതോ ന്യൂ ബിഗിനിങ് ആണോ എന്ന രീതിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രം വന്നാൽ മതിയോ എന്ന രീതിക്ക് ഒരു ചിന്തയാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് ചില സിറ്റുവേഷൻസ് എൻഡ് ആവാൻ സാധ്യതയില്ല, എൻഡ് ആവുന്ന പോലെയല്ല, ബട്ട് ഒരു എൻഡിങ് പോലെ നിങ്ങൾക്ക് തോന്നാം. എനിക്ക് ചില കാര്യങ്ങൾ എൻഡ് ആയി പോവോ എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഐ തിങ്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചോയ്സ് ഇവിടെ നിങ്ങളാണ് എൻഡ് ചെയ്യാൻ മീൻസ് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാനിത് വിട്ടു പോകണോ, എൻഡ് ചെയ്യണോ, നിർത്തണോ എന്ന രീതിക്ക് എന്തോ ഒരു ചിന്ത, അതോ മാറ്റണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ നടക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, നിങ്ങളുടെ ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, മേ ബി കരിയറിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ കൊടുക്കണോ, ഫാമിലിക്ക് ഞാൻ എത്ര പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് എത്ര പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള വല്ല ഇതായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചോയ്സിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു ചോയ്സ് ഫേസ് ചെയ്യുന്നതായിട്ട് വീണ്ടും കാണുന്നുണ്ട്. ഇത് ട്യൂസ്ഡേ നിങ്ങളുടെ മുമ്പിൽ വരും. ഐ തിങ്ക് നിങ്ങളത് മാറ്റി വെച്ച് കാര്യങ്ങൾ ചെയ്തു പോയാലും ഐ തിങ്ക് വീണ്ടും അത് ഫ്രൈഡേ നിങ്ങളുടെ മുമ്പിൽ വരും ആ ചോയ്സ്. ഓക്കെ, ആൻഡ് ഇവിടെ സാറ്റർഡേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ അഗെയിൻ നിങ്ങൾ അവനവനെ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ലേശം ഐ തിങ്ക് ഈ ഒരു ചോയ്സ് ഇപ്പം എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു ചോയ്സ് ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഞാൻ ഇതിന് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ തീരുമാനമൊന്നും എടുക്കില്ല. ഓക്കെ, ലേശം ഒന്ന് ഒരു എന്താ പറയുക, അവനവനെ നിങ്ങളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, നിങ്ങളൊരു കുറച്ച് ബൗണ്ടറീസ് വെക്കും. തൽക്കാലം മേ ബി എല്ലാം മാറ്റി വെക്കും എന്ന രീതിക്കും പറയാം നമുക്ക്. ഓക്കെ, കാരണം ഇവിടെ റെസ്റ്റിംഗ് പീരീഡും ഉണ്ട് സൺഡേക്ക്. എനിവേ നിങ്ങൾ ലേശം ഒന്ന് തൽക്കാലം കാര്യങ്ങളെ ഒന്ന് മാറ്റി വെച്ച് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കാം. വീക്കെൻഡ് വരുവാണ്. ഓക്കെ, വീക്കെൻഡാണ്. ആൻഡ് ഐ തിങ്ക് അടുത്ത വീക്കെൻഡ് ശരിയാണല്ലോ, സോറി, ഓണം വരും. ഓക്കെ, അപ്പോൾ ഓണം സെലിബ്രേഷനിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കാൻ തീരുമാനിച്ച് മേ ബി ഫാമിലിയുമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്ന പോലെയും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, സോ മേ ബി അടുത്ത സാറ്റർഡേ വരുമ്പോഴേക്കും ഓക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഐ തിങ്ക് മൺഡേ ഇപ്പം നമ്മൾ പറഞ്ഞു ജോലിയിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു. ട്യൂസ്ഡേ നിങ്ങളുടെ മൈൻഡിൽ എന്തോ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അഗെയിൻ വെനസ്ഡേ തേഴ്സ്ഡേ ഓക്കെ ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും, മുന്നോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പിടിച്ച് പോയിക്കൊണ്ടിരിക്കും. ബട്ട് വീണ്ടും ഈ ഒരു കൺഫ്യൂഷൻ വീണ്ടും നിങ്ങളുടെ മൈൻഡിൽ ഫ്രൈഡേക്ക് കയറി വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരേ കാര്യമായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്.
ഓക്കെ. ആൻഡ് അഗെയിൻ സാറ്റർഡേക്ക് എനിക്ക് കാണുന്നത് നിങ്ങൾ തൽക്കാലം എല്ലാം മാറ്റി വെച്ച് ഇപ്പം തൽക്കാലം എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ വയ്യ, എനിക്ക് വയ്യ, ഇതിനെക്കുറിച്ച് ഇനി ആലോചിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ തൽക്കാലം ജസ്റ്റ് സെലിബ്രേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന രീതിയിൽ. ഇതെന്തും ആവാം. ഈ കൺഫ്യൂഷൻ മേ ബി നിങ്ങളുടെ മൈൻഡിൽ പണത്തിനെ കുറിച്ചായിരിക്കാം, ജോലിയെക്കുറിച്ചായിരിക്കാം, റിലേഷൻഷിപ്സിനെ കുറിച്ചായിരിക്കാം, എന്തും ആവാം. ഓക്കെ. ആൻഡ് ഇവിടെ സൺഡേക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഗിഫ്റ്റ്സ് വരാം, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ തൽക്കാലം ഒന്നും ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സാറ്റർഡേ സൺഡേ എനിക്ക് ഒരേ എനർജിയാണ് തോന്നുന്നത്. നിങ്ങൾ തൽക്കാലം എല്ലാം ഒന്ന് മാറ്റിവെച്ച് റിലാക്സ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പം എനിക്കൊന്നും തീരുമാനം ആലോചിക്കാൻ വയ്യ, കുറച്ച് ദിവസം അങ്ങനെ പോട്ടെ. ഈ ഒരു മേ ബി ഓണം വരുന്നതിൻ്റെയൊക്കെ ആയിരിക്കും ദറ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ ആലോചിക്കാം എന്ന് വെച്ച് എല്ലാം ഒന്ന് തൽക്കാലം മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്രേക്ക് എടുക്കുന്ന പോലെ. എൻ്റെ അത് നല്ലതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റാഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ, നമ്മുടെ മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ, വേറെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ശ്രദ്ധ പോകുമ്പോൾ വീണ്ടും പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും നമ്മുടെ ടാസ്കിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അതിന് എന്തെങ്കിലും ആലോചിക്കാനും ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ബ്രേക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്, നല്ലതാണ്. സാറ്റർഡേ സൺഡേ എനിക്ക് രണ്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഗിഫ്റ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ വരുന്നതോ ഒക്കെ കാണുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ തൽക്കാലം അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, നിങ്ങൾ ഒന്ന് ഇപ്പോൾ തൽക്കാലം ഒരു റെസ്റ്റ് എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ വീക്കെൻഡ്. ഐ തിങ്ക് ചില കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ മേ ബി അതിൻ്റെ അടുത്ത ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു തീരുമാനത്തിൻ്റെ കാര്യം വീണ്ടും വരുമായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഫോക്കസ് കൊടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ആൻഡ് തൽക്കാലം വീക്കെൻഡ് ആകുമ്പോഴേക്കും ഒന്ന് നിങ്ങൾ റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഓണം സെലിബ്രേഷൻ അല്ലേ? ഓക്കെ, ഷഫിൾ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, വറി, forgiveness, acceptance, blame, ആരോ ആയിട്ട് ചെറിയ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് എനിക്ക്. എംപത്തി. ഓക്കെ, ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഐ തിങ്ക് എന്തോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തോ കാര്യം ആലോചിച്ച് ലേശം കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എന്തിൻ്റെയോ ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതെല്ലാം മറികടന്ന് നിങ്ങൾ ലൈഫിനെ ഐ തിങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും, എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും, എന്ത് നിങ്ങളുടെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് വേണ്ടതും. ഓക്കെ, ഐ ആം ലേണിംഗ് ദാറ്റ് വറി ഡസൻറ്റ് ചേഞ്ച് ആൻ ഔട്ട്കം. ഐ തിങ്ക് യെസ്, അത് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിൽ. ഓക്കെ, എല്ലാം നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന പോലെ പറയാം നമുക്കിത്. ഓക്കെ, നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ് യൂണിവേഴ്സിന്. ദാറ്റ് ഞാൻ വെറുതെ ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങളൊരു മനസ്സിലാക്കൽ പോലെയാണ്. വറി, ഐ ആം ലേണിംഗ് ദാറ്റ് വറി ഡസൻറ്റ് ചേഞ്ച് ആൻ ഔട്ട്കം. നിങ്ങൾ വെറുതെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ചിന്തിച്ച് കൂട്ടിയിട്ടും വരാൻ പോകുന്നതോ നടക്കാൻ പോകുന്നതോ നടക്കുന്ന കാര്യങ്ങളിലോ മാറ്റമൊന്നും വരില്ല എന്നാണ് പറയുന്നത്. യെസ്, ആൻഡ് അത് കറക്റ്റാണ്. ഓക്കെ, നമ്മുടെ കൺട്രോളിലില്ല. Forgiveness, I acknowledge that harboring resentment blocks the flow of love. ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യമാവാം, ഫാമിലിയുടെ കാര്യമാവാം, ജോലി സ്ഥലത്താവാം, എന്തും ആവാം. ഓക്കെ, നിങ്ങളെ ആരോ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോകാൻ ഞാൻ പറഞ്ഞില്ലേ ആലോചിക്കുന്നുണ്ടാവാം. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ കിട്ടുമ്പോൾ അത് വിട്ടുപോകണോ എന്ന്. ഓക്കെ, സോ ഇവിടെ കാണുന്നത് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് ഫൊർഗീവ്നെസ് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഫൊർഗീവ്നെസ് കൊണ്ടുവരാം. ഓക്കെ, ആരോടെങ്കിലും ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മാപ്പ് കൊടുത്തേക്കാം. ഓക്കെ, അവിടെ നമ്മൾ അവരോട് തിരിച്ച് നമുക്കൊരു ദേഷ്യമോ ഒരു അങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ അത് വേദനിപ്പിക്കുള്ളൂ. മീൻസ് നിങ്ങൾക്ക് ആ വേദന കൂടുതൽ കിട്ടുമ്പോൾ എന്താ പറയാ, ഞാൻ പറഞ്ഞു വന്നത് തെറ്റിപ്പോയി. അവരെ മാപ്പ് കൊടുക്കാതെ നിങ്ങൾ അവരോട് ആ ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നാൽ, എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ തന്നെ കൂടുതൽ വേദനിപ്പിക്കുള്ളൂ. ഓക്കെ, സോ അത് ഫൊർഗീവ്നെസ് കൊടുത്ത് വിട്ടേക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആക്സെപ്റ്റൻസ്, ഐ ആം ലേണിംഗ് ടു ആക്സെപ്റ്റ് ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ചേഞ്ച്. എല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക്
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മനസ്സിൽ എന്തോ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ച ചില സാഹചര്യങ്ങളായിരിക്കാം, അതിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളതായിരിക്കും. ഓക്കെ, വിട്ടു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് എവിടേക്കോ യൂണിവേഴ്സ് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ, ഓക്കെ, പാസ്റ്റിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു, നിങ്ങളെ വിട്ടുപോയി, നിങ്ങളെ പുറത്താക്കി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നടന്നു, ഇനി നമുക്ക് അതിനെ മാറ്റാൻ പറ്റില്ല എന്ന രീതിക്ക്. അത് മാത്രമല്ല ഫ്യൂച്ചറും, ഓക്കെ, നമ്മുടെ കയ്യിൽ അതായത് നമുക്ക് വേറൊരാളെ നമുക്ക് കൺട്രോൾ ഇല്ല. വേറൊരാളെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റൻസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ നിങ്ങൾ വിട്ടേക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ പാസ്റ്റിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബ്ലെയിം എല്ലാം ഒരേപോലെയാണ് വന്നത്. സോ ഇവിടെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഓക്കെ, ഐ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ വെൽബീയിങ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവനവനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവനവനെ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്ത തെറ്റുകൊണ്ടാണ് എന്ന രീതിക്ക് നിങ്ങൾ അവനവനെയും കുറ്റപ്പെടുത്തണ്ട. ഓക്കെ, കാരണം അങ്ങനെ ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ അവനവനെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവനവനെയാണ് വേദനിപ്പിക്കുന്നത്. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ വെൽബീയിങ്. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ആ ഒരു അവനവനെയും ഫൊർഗീവ് ചെയ്യുക. ആക്ച്വലി ഫൊർഗീവ്നെസ് ചിലപ്പോൾ നിങ്ങൾ സ്വയം അവനവന് കൊടുക്കേണ്ടതും ആയിരിക്കാം, മറ്റുള്ള വേറെ ആൾക്ക് കൊടുക്കേണ്ടതും ആയിരിക്കാം. ഓക്കെ, ഞാൻ സിറ്റുവേഷനെ കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം. എംപത്തി, ഐ ആം ഓപ്പൺ ടു സീയിങ് ബോത്ത് സൈഡ്സ് ഓഫ് എ സിറ്റുവേഷൻ. യെസ്, കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒരു മറ്റുള്ളവരുടെ സിറ്റുവേഷൻസ് കൂടി മനസ്സിലാക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ തന്നെ രണ്ട് വശം മനസ്സിലാക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അത് ഈ നിങ്ങളൊരു ബ്രേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോവുമായിരിക്കും. ദാറ്റ് ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളിപ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു മേ ബി വെട്ടി മാറ്റാൻ തയ്യാറാവുന്ന പോലെ. ഓക്കെ, യെസ്, എനിക്ക് അതും പറയാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെട്ടി മാറ്റി മുന്നോട്ട് പോകണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് അത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ചില സമയത്ത്, അല്ലേ? ഓക്കെ, ഇവിടെ എനിക്ക് പറയാനുള്ളത് സിറ്റുവേഷൻ മേ ബി ചിലവർക്ക്, എല്ലാവർക്കും റെസ്പെക്റ്റ് ആവുമെന്ന് അറിയില്ല, ചിലവർക്കെങ്കിലും നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടിയില്ല എന്ന് പറയാം, അവിടെ നിങ്ങളെ മാനിക്കപ്പെട്ടില്ല, നിങ്ങൾ ചെയ്ത വർക്കിന് കൂടി നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ല എന്ന് പറയാം. ഓക്കെ, വേറെ ആൾക്കാർക്കെങ്കിലും പ്രൊമോഷൻ കൊടുത്തു നിങ്ങളുടെ മേലെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കാം. ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ മേ ബി നിങ്ങളുടെ വ്യക്തി, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങൾ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, ഫാമിലി ആവാം, ആരും ആയിക്കോട്ടെ, നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. ഓക്കെ, സോ അവിടെ ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത് ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച്, ഏത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് വറി ചെയ്യാതിരിക്കാം. ഓക്കെ, ഫൊർഗീവ്നെസ്സിൻ്റെ കൊണ്ടുവരാം. ഓക്കെ, അവനവനെ ഫൊർഗീവ് ചെയ്യുക, മറ്റുള്ളവരെയും ഫൊർഗീവ് ചെയ്യുക, നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തേണ്ട ഒരിക്കലും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സിറ്റുവേഷൻ എന്താണോ നടന്നത്, ഞാൻ ഇത് ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്കിതിൽ എന്തോ ലെസൺ ഉണ്ട്, ആ ലെസൺ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ രണ്ട് വശവും മനസ്സിലാക്കൂ എന്നും പറയുന്നുണ്ട്. ബട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും വിട്ടുകൊടുത്ത് താണു കൊടുക്കണം എന്നുള്ളതല്ല. ബട്ട് മേ ബി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണോ അവിടെ സ്റ്റാൻഡ് എടുക്കണം. ഓക്കെ, അല്ല നിങ്ങൾ ചിലത് വിട്ടുപോകാമെന്ന് മീൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ വിട്ടുപോകുന്നതാണ് നല്ലത് എന്നുണ്ടെങ്കിൽ യെസ്, വിട്ടുപോവാം. ഓക്കെ, പക്ഷേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ അവനവനെയും കുറ്റപ്പെടുത്തണ്ട. ഓക്കെ, മാപ്പ് കൊടുത്ത് ഓക്കെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു, അങ്ങനെ ആ രീതിക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ സാഹചര്യങ്ങൾ പലർക്കും പലതായിരിക്കാം. സോ ഐ തിങ്ക് ഇത് തീരുമാനം നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരാഴ്ച ഐ തിങ്ക് ലേശം, ബട്ട് ഐ തിങ്ക് വീക്കെൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾ ഓക്കെ ആവും, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും, കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ചിന്തിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ആൻഡ് നല്ലൊരാഴ്ച ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.